ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ നിർബന്ധപ്രകാരം ബബിത കോളേജിൽ പോയി തുടങ്ങി. ഇനി രോഹിത്തിനെയും പഴയ പോലെ ആക്കണം അച്ഛാ എന്ന അലീനയുടെ തീരുമാനപ്രകാരം ബാലചന്ദ്രൻ രോഹിത്തിന്റെ കോളേജിൽ പോയി പ്രിൻസിപ്പാളിനെ കാണുന്നുണ്ട്. കോളേജിന് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സ്റ്റുഡന്റിനെ വീണ്ടും കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. അത് കേട്ട് സങ്കടത്തോടെ ബാലചന്ദ്രൻ തിരിച്ചു വരുന്നു. പിറ്റേന്ന് പനിയെല്ലാം മാറി കുളിച്ചു വന്ന അലീനയോട് ഈ വിവരം പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇനി രോഹിത്തിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാ കഴിയുക അച്ഛാ എന്ന് അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ രോഹിത്തിനും വിഷമമാകുന്നു. മിണ്ടാതെ റൂമിൽ അടച്ചുപൂട്ടിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല, തന്നെ ആരും ഗവനിക്കില്ല എന്നറിഞ്ഞ വൈജയന്തി മുറിയിൽ നിന്നും പുറത്തു ചാടി. എനിക്ക് ഇവിടെ അഭയാർത്ഥിയെ പോലെ ജീവിക്കാൻ വയ്യ, ലക്ഷത്തിനു മേൽ ശമ്പളം കിട്ടുന്ന ജോലി എനിക്കുണ്ട്, എനിക്ക് അത് മതി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അതെ, നിനക്ക് എല്ലാം വേണ്ടതിലധികം ഉണ്ട്, പക്ഷെ ചെറിയ 3 കാര്യങ്ങളെ നിനക്ക് ഇല്ലാതുള്ളൂ: ദയ, സ്നേഹം, വിനയം. ഇതൊക്കെ ആണ് എന്ന് പറയുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബാലചന്ദ്രനും വൈജയന്തിയും കൊമ്പുകോർക്കുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.